ഫുട്ബോൾ ലോകത്തെ ഇതിഹാസ താരമെന്ന് വിളിപ്പേരുള്ള അർജന്റീനയുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സി തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടിരുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നായിരുന്നു ലയണൽ മെസ്സി അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നില്ല, ബാഴ്സലോണ എന്ന ടീമിന് വേണ്ടി മാത്രമേ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കൂ. ഇനിയസ്റ്റയും സാവിയും നെയ്മറും ബുസ്കിറ്റസും ലൂയിസ് സുവാരസും ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിന് ഒരു കിരീടം നേടാൻ സാധിക്കില്ല. എന്തിന് ബാലൻഡ്യൂർ വരെ നേടണമെങ്കിൽ ഇവരുടെ സഹായം വേണ്ടി വരുമെന്നൊക്കെ. അതിനുശേഷം ഈ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ലയണൽ മെസ്സി അർജന്റീനയുടെ കൂടെ കോപ്പ അമേരിക്കയും ഫൈനലിസ്മയും ഖത്തർ വേൾഡ് കപ്പുമെല്ലാം നേടിയെടുത്തു. ഇപ്പോഴത്തെ നമ്മൾ ഈ 3 കിരീടങ്ങളുടെയും ടൂർണമെൻറ്റിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ് അർജന്റീനയുടെ ഭൂരിഭാഗം ഗോളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2021 അർജന്റീന കോപ്പ അമേരിക്ക നേടുമ്പോൾ ആ ടൂർണമെൻറ്റിൽ അർജന്റീന നേടിയെടുത്തത് 12 ഗോളുകളാണ്. ആ ടൂർണമെൻറ്റിൽ ലയണൽ മെസ്സി നേടിയെടുത്തത് 4 ഗോളുകളും 5 അസിസ്റ്റും. 12 ഗോളുകളിൽ 9 ഗോൾ കോൺട്രിബ്യൂഷനാണ് ലയണൽ മെസ്സി ആ തവണ നൽകിയത്. ഏകദേശം 75% ഗോളുകൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചു. 2022 ഫൈനലിസ്മയിൽ അർജന്റീന നേടിയത് 3 ഗോളുകളാണ്. ഈ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി 2 അസിസ്റ്റുകൾ നേടി. 3 ഗോളുകൾ അർജന്റീന നേടിയപ്പോൾ 67% ഗോൾ കോൺട്രിബ്യൂഷനാണ് 2 ഗോളുകളിലൂടെ ലയണൽ മെസ്സി നൽകിയത്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ 7 ഗോളുകളാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി നേടിയത്, 3 അസിസ്റ്റുകളും. ഈ ടൂർണമെൻറ്റിൽ നിന്ന് 15 ഗോളുകളാണ് അർജന്റീന നേടിയെടുത്തത്. ഈ 15 ഗോളുകളിൽ 10 ഗോൾ കോൺട്രിബ്യൂഷനാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി നേടിയെടുത്തത്, 7 ഗോളുകളും 3 അസിസ്റ്റും.